ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹമാസ്. സംഘടനയുടെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ആണ് വിവരം അറിയിച്ചത്. 2 M19 റോക്കറ്റുകളാണ് അയച്ചത്. ഒന്ന് ഗസ കടന്ന് ഇസ്രായേൽ അതിർത്തിയിലെത്തിയെങ്കിലും കടലിൽ പതിച്ചു. മറ്റൊന്ന് ഗസയിൽ തന്നെ വീണു. വിവരം ഇസ്രായേൽ വ്യോമസേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ഗസ മുനമ്പ് പ്രദേശം കഴിഞ്ഞ് മിസൈൽ വിക്ഷേപണം ചെയ്തെന്ന് കണ്ടെത്തി. മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ല. അതേസമയം ഇസ്രായേൽ പരിധിയിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണവും നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ടെൽ അവീവിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടെങ്കിലും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ മധ്യ തെക്കൻ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്ന് 19 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. പ്രദേശത്ത് സമാധാനം സാധ്യമാണെന്ന് ഇപ്പോഴും കരുതുന്നതായാണ് അമേരിക്കയുടെ പ്രതികരണം. വ്യാഴാഴ്ച നിശ്ചയിച്ച സമാധാന ചർച്ചകൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ടു പോകുമെന്നും അമേരിക്ക കരുതുന്നു. ഖത്തർ, ഈജിപ്ത്, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് പുറപ്പെടും. ചർച്ചകൾക്കായി തങ്ങളുടെ സംഘത്തെ അയക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിക്കുന്നത്. എന്നാൽ ചർച്ചകൾക്ക് പകരം ഇതിനോടകം അംഗീകരിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട്. ഖത്തറിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് അധികൃതർ പറയുകയും ചെയ്തു. അതേസമയം ചർച്ചകൾ മുൻ നിശ്ചയപ്രകാരം മുന്നോട്ടു പോകുമെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും US അറിയിച്ചു. വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായി പുരോഗതി ആവശ്യമാണെന്നും US വ്യക്തമാക്കി. ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്ന് സർക്കാർ വക്താവ് ഡേവിഡ് മെഴ്സൺ ആണ് അറിയിച്ചത്. CIA ഡയറക്ടർ ബിൽ ബേൺസും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെന്റ് മാക്സ്ബൂളും ചർച്ചകളിൽ US-നെ പ്രതിനിധീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി അറിയിച്ചു. ഹമാസ് നേതാവ് യഹ്യ സിൻവാറാണ് പ്രധാന തടസ്സമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. അതേസമയം ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് ഹമാസ് അറിയിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ ഇതുപോലെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. നിരവധി യഹ്യ സിൻവാർ ഇപ്പോഴും തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യം യഹ്യ സിൻവാർ ആണ്. ചർച്ചകൾക്കെല്ലാം തടസ്സമായി നിൽക്കുന്നതും യഹ്യയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹമാസിനെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഗസയിൽ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ന് രാവിലെയും ഇതുപോലൊരു ആക്രമണം ഉണ്ടായി. നിരവധി ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി നടക്കുന്ന ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കേണ്ട കാര്യം.